ഹലോ എവരിവൺ വെൽക്കം ബാക്ക്. ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുമ്പോഴത്തേക്കും ഈ സോഷ്യൽ മീഡിയ തുറന്നു കഴിയുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സ് ഇഷ്ടംപോലെ അഡ്വൈസ് തരുന്നുണ്ട്. അതായത് നിങ്ങളുടെ പണം നിങ്ങൾ ഒരിക്കലും മറ്റു കാര്യങ്ങൾ കൊണ്ട് ചിലവാക്കാൻ പാടില്ല, നിങ്ങൾ വീട് മേടിക്കാൻ പാടില്ല, കാറ് മേടിക്കാൻ പാടില്ല, ഉറപ്പായിട്ട് നിങ്ങളുടെ പണം ഇൻവെസ്റ്റ് ചെയ്യുക എന്നാണ് അവർ പറഞ്ഞത്. ബാക്കി എന്ത് കാര്യം ചെയ്യുന്നതും മണ്ടത്തരമാണെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഇത് പല ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ ഇതിന് എത്രമാത്രം ശരിയുണ്ട് എന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ഉറപ്പായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇവർ ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സ് ആണ്, അല്ലാതെ ജീവിതത്തിൻ്റെ അഡ്വൈസേഴ്സ് അല്ല. അപ്പം ഒരാളുടെ ജീവിതം അടിപൊളിയാകണമെന്നുണ്ടെങ്കിൽ അവർ ഫൈനാൻഷ്യലി അടിപൊളിയാവണം, അല്ലെന്നുണ്ടെങ്കിൽ ജീവിതം ആസ്വദിക്കണം എന്നുള്ളത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ്. അതിനെ ഫുള്ളായിട്ട് ജനറലൈസ് ചെയ്ത് ഇന്ന കാര്യം ചെയ്യുന്നതാണ് നല്ലത് എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഫൈനാൻഷ്യലി അടിപൊളിയാകുന്നതാണ് എൻ്റെ ലൈഫിൽ ആഗ്രഹം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫൈനാൻഷ്യലി അടിപൊളിയാവാനുള്ള കാര്യങ്ങൾ ചെയ്യണം. പക്ഷേ വേറൊരാൾക്ക് ഫൈനാൻഷ്യലി അടിപൊളിയൊന്നും ആവണമെന്നില്ല. അയാൾക്ക് അയാളുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതായിരിക്കും അയാൾക്ക് ഇഷ്ടം. അത് കംപ്ലീറ്റ്ലി പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സാണ്. അപ്പോൾ അതൊരിക്കലും തെറ്റാണെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. പല ആൾക്കാർക്കും ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയി ജീവിക്കണം എന്ന് ആഗ്രഹമൊന്നുമില്ല. എല്ലാവർക്കും നോർമൽ ലൈഫിൽ തന്നെ പോയാൽ മതി. അങ്ങനെ പോയാലും എല്ലാവർക്കും ജീവിക്കാൻ പറ്റുന്നുള്ളൂ. 4 നേരം കഴിക്കാനുള്ള ഫുഡും അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള എല്ലാ വകുപ്പും ഇവിടെ ഏതോ ആൾക്കാർക്കും കിട്ടുന്നുണ്ട്. അപ്പം അത് വെച്ച് വേണമെന്നുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റും. അവിടെ സന്തോഷമുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ചോയ്സാണ്. അങ്ങനെ ജീവിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് പറഞ്ഞാൽ ഫൈനാൻഷ്യലി അടിപൊളിയായാൽ മാത്രമേ നിങ്ങളുടെ ലൈഫ് കളറാകത്തുള്ളൂ, അല്ലാത്ത എല്ലാവരും മണ്ണൻ ചിന്താഗതിയാണെന്നാണ് അവർ പറയുന്നത്. അതിനെ ഒരിക്കലും ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റത്തില്ല. കാരണം ഓരോ ആൾക്കാർക്കും ഓരോ ആഗ്രഹങ്ങളാണ്. ചില ആൾക്കാർക്ക് പണക്കാരനാകണമെന്നുണ്ട്, ചില ആൾക്കാർക്ക് പണം അധികം സമ്പാദിച്ചില്ലെങ്കിലും സന്തോഷമായിട്ട് ജീവിതകാലം മൊത്തം ജീവിക്കുക എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ എന്താണ് വേണ്ടത്? സന്തോഷമാണ്. നമ്മൾ ഈ ഭൂമിയിലോട്ട് വന്ന് ജനിച്ചിരിക്കുന്നത് എന്തിനാണ്? നമ്മൾ ഈ ലൈഫ് ജീവിക്കാൻ വേണ്ടിയാണ്. അതായത് നമുക്ക് ഒറ്റ ജീവിതമുള്ളൂ, അത് നമ്മൾ ആസ്വദിക്കുക, ഈ ഭൂമിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുക. അത്രേ ഉള്ളൂ നമുക്ക് ഈ ഭൂമിയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഒരുപാട് സമ്പാദിക്കുക അതൊന്നും അല്ല ശരിക്കും അൾട്ടിമേറ്റ് ആയിട്ടുള്ള സംഭവം. അൾട്ടിമേറ്റ് ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഭൂമിയൊക്കെ ഒന്ന് കണ്ട് നടക്കുക, ഇവിടുത്തെ ഒരു ലൈഫ് എങ്ങനെ ഉണ്ടെന്ന് ഒരു ജീവിതകാലം കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. അതാണ് ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ ജനിച്ചു വരുമ്പോഴത്തേക്കും ചെയ്യേണ്ട കാര്യം ശരിക്കും പറഞ്ഞു. പക്ഷേ ഇന്നത്തെ കാലത്തെ സൊസൈറ്റിയിലെ കണ്ടീഷനിങ് കാരണം നമ്മൾ മണി ഇൻവെൻറ്റ് ചെയ്തു. അങ്ങനെ പല കാര്യങ്ങളും മനുഷ്യൻ ഇങ്ങനെ ഇൻവെൻറ്റ് ചെയ്ത് കൊണ്ടുവരുമല്ലോ. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ തലമുറ മാറി മാറി വരും. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും സാമ്പത്തികം എന്ന് പറയുന്നത് വലിയൊരു പോയിൻ്റാണ് ഇവിടുത്തെ. അപ്പോൾ അതുകൊണ്ട് സമ്പത്തില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. സമ്പത്തില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലെന്നല്ല, സമ്പത്തില്ലാതെ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും സമ്പത്തില്ലെങ്കിൽ. അതുകൊണ്ടാണ് പല ആൾക്കാരും സമ്പത്തിനെ ഭയങ്കരമായിട്ട് പോയിൻ്റ് ഔട്ട് കാണിക്കുന്നത്. സമ്പത്തില്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല, സമ്പത്തുണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നത്. പക്ഷേ അത് എത്രമാത്രം ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ ശരിയാണെന്ന് കൂടെ ഈ ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സ് പറയുമ്പോൾ നോക്കണം. ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യാനാണ് ആഗ്രഹം. ചില ആൾക്കാർക്ക് അഡ്വഞ്ചറസ് ആയിട്ട് ജീവിക്കണമെന്നുണ്ട്, ചില ആൾക്കാർക്ക് ഒരുപാട് ട്രാവൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ചില ആൾക്കാർക്ക് വലിയ വീട് വെക്കണമെന്നായിരിക്കും ചില ആൾക്കാർക്ക് ആഗ്രഹം, ചില ആൾക്കാർക്ക് ഒരു കാറ് മേടിക്കണമെന്നുണ്ട്. അപ്പം പല ആഗ്രഹങ്ങളുണ്ട്. ഈ എല്ലാ ആഗ്രഹം കൂടെ ടാലി ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സൂപ്പർ റിച്ച് ആയിട്ടുള്ള ആളായി മാറണം. പക്ഷേ ഈ ലോകത്തുള്ള ആൾക്കാർക്കെല്ലാം സൂപ്പർ റിച്ച് ആകാൻ പറ്റും? അതൊരിക്കലും പോസിബിൾ അല്ല. വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ അത്ര റിച്ച് ആകാൻ പറ്റത്തുള്ളൂ. അതങ്ങനെയാണ് എൻ്റെ ഒരു സോഷ്യൽ ക്രൈറ്റീരിയ. അതുകൊണ്ട് എല്ലാവർക്കും അത്ര സൂപ്പർ റിച്ച് ആകാൻ പറ്റത്തില്ല. പിന്നെ എല്ലാ ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതേ ഉള്ളൂ, അവനവൻ്റെ ലൈഫ് ആസ്വദിച്ച് ജീവിക്കുക. അതെല്ലാ ആൾക്കാർക്കും ചെയ്യാൻ പറ്റും. പണക്കാരും ചെയ്യാൻ പറ്റും, പാവപ്പെട്ടവനും ചെയ്യാൻ പറ്റും. അപ്പം ലൈഫ് അഡ്വൈസ് എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം, ആ ആഗ്രഹത്തെ നിങ്ങൾ മുറുക്കി പിടിച്ചിട്ട് അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കുക. അല്ലാതെ മറ്റൊരാൾ പറഞ്ഞു കേട്ട് ഇന്ന ലൈഫ് സ്റ്റൈലാണ് ശരി, ഇന്ന ലൈഫിലാണ് തെറ്റെന്ന് പറഞ്ഞതനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്യാതെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം, നിങ്ങൾക്ക് വീട് വെക്കണം എന്ന് ആഗ്രഹമുണ്ട് ഉറപ്പായിട്ടും വീട് വെക്കുക, നിങ്ങൾക്ക് കാറ് മേടിക്കണം എന്ന് ആഗ്രഹമുണ്ട് ഉറപ്പായിട്ടും കാറ് മേടിക്കാം. നിങ്ങൾക്ക് സന്തോഷം തരുന്നുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് പിന്നീട് സന്തോഷിക്കാം, ഇപ്പം നമുക്ക് കാശുണ്ടാക്കാം എന്ന് പറഞ്ഞ് ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്പത്തുണ്ടാക്കും. പക്ഷേ ആ കഴിഞ്ഞു പോയ കാലഘട്ടം നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല. അതായത് ജീവിതത്തിൻ്റെ അത്രയും വർഷങ്ങൾ നിങ്ങൾ കഴിഞ്ഞു പോയി, അതൊരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. എന്ത് സാധനം വന്നെന്ന് പറഞ്ഞാലും റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. എത്ര പണം ഉണ്ടെങ്കിലും റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. കഴിഞ്ഞു പോയ കാലം കഴിഞ്ഞു പോയ തന്നെയാണ്. അപ്പോൾ പണത്തിനേക്കാൾ കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്താണ്? സമയത്തിനാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയാം. പണത്തിനേക്കാൾ കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ടൈമിനാണ്. കാരണം ടൈം എന്ന് പറഞ്ഞത് കടന്നു പോയതാണ് ജീവിതത്തിൽ. ഇനിയിപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പല ആൾക്കാരും ഒരു 20 വയസ്സിന് ശേഷമുള്ള ആൾക്കാരായിരിക്കും കാണുന്നത്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ചൈൽഡ്ഹുഡിലോട്ട് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിച്ചാൽ നടക്കുമോ? ഒരിക്കലും നടക്കത്തില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ 40 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചോ, നിങ്ങൾക്ക് നിങ്ങളുടെ ടീനേജിലോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൗവനത്തിലോട്ടോ തിരിച്ചു വരാൻ പറ്റുമോ? ഒരിക്കലും വരാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് സാമ്പത്തികമോ എന്തും ഉണ്ടായിക്കോട്ടെ, പക്ഷേ കഴിഞ്ഞു പോയ കാലഘട്ടം കഴിഞ്ഞു പോയ തന്നെയാണ്. ഒരിക്കലും അത് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം പണത്തിനേക്കാൾ ഒരുപടി മുന്നിലാണ് നമ്മൾ സമയം എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സമയമാണ്. രണ്ടാമതെന്ന് പറഞ്ഞാൽ നമ്മുടെ സന്തോഷങ്ങളാണ്. അതായത് ആകെ കുറച്ച് കാലം നമ്മുടെ ഈ ഭൂമി ജീവിക്കത്തുള്ളൂ. അത് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റാതെ ഉള്ള ദുഃഖങ്ങളും ബുദ്ധിമുട്ടും എല്ലാം അനുഭവിച്ചിട്ട് മരിക്കാനാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഭൂമി ജീവിക്കുന്നത്? അപ്പം നമ്മുടെ ആഗ്രഹങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. സാമ്പത്തികം സെക്കൻഡറി ആയിരിക്കണം. അല്ലെങ്കിൽ സമ്പത്തിനാണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് പല കാര്യങ്ങളും ആസ്വദിക്കാമെന്ന് ഓർത്തിട്ടാണ് നിങ്ങൾ സമ്പത്ത് ഉണ്ടാക്കുന്നത് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അത് ആസ്വദിക്കാൻ പറ്റത്തില്ല. പണം സമ്പാദിച്ച് ഉറപ്പായിട്ടും നിങ്ങൾക്ക് പണം ഉണ്ടാകും. ഒരു 50 വയസ്സോ 60 വയസ്സോ റിട്ടയർമെൻറ്റ് നോക്കുന്ന ആളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ക്യാഷ് ഉണ്ടാകും. പക്ഷേ നിങ്ങൾക്ക് ആ കഴിഞ്ഞ കാലഘട്ടം എപ്പോഴും തിരിച്ചു കിട്ടുമോ?
ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല. അത് ഈ ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സ് ഒരിക്കലും പോയിന്റ് ഇട്ട് കാണിക്കത്തില്ല. അവരെപ്പോഴും കണക്ക് മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും കാണുന്നത്. പക്ഷേ ജീവിതം അത് മാത്രമല്ല. ജീവിതത്തിൽ നമ്മൾ ആസ്വദിക്കണം, സന്തോഷിക്കണം. ഓരോ കാലഘട്ടത്തിൽ നമുക്ക് ഓരോ ആഗ്രഹങ്ങളാണ്, അത് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ നോക്കണം. അത്രേ പറയാൻ പറ്റത്തുള്ളൂ. ചില ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും, ചില ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ മാക്സിമം നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന ആഗ്രഹങ്ങൾ നമ്മൾ ഫുൾഫിൽ ചെയ്യാൻ നോക്കണം. അതാണ് ജീവിതം എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും ബെസ്റ്റ് ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് നിങ്ങൾക്ക് പണം ഉണ്ടാക്കാനും പറ്റണം, ഒരേ സമയത്ത് നിങ്ങളുടെ ജീവിതത്തെ ആഗ്രഹങ്ങൾ സാധിക്കാനും പറ്റണം. അങ്ങനെ ഒരു തോതിലാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അതായത് നിങ്ങൾ സമ്പാദിക്കുന്ന പൈസ മൊത്തം ഇൻവെസ്റ്റ് ചെയ്യാതെ കുറച്ച് പൈസ നിങ്ങൾ അടിച്ചു പൊളിക്കാൻ വേണ്ടി, കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുക. ഉറപ്പായിട്ട് ഉപയോഗിക്കണം. കാരണം ജീവിതം അതാണ്. അത് ഉപയോഗിച്ചില്ലേ പിന്നെ എന്തിനു ജീവിക്കണം? അതുകൊണ്ട് നിങ്ങൾ എൻജോയ്മെൻറ്റ് വേണ്ടി എന്നാലും കുറച്ച് ഫണ്ട് മാറ്റി വെക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയുണ്ടോ അത് ഫുൾഫിൽ ചെയ്യാൻ മാക്സിമം നോക്കുക. എന്നിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക. അതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നത്. ഇതിനോട് യോജിക്കുന്നവരുണ്ടായിരിക്കും, യോജിക്കാത്തവരുണ്ടായിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ്. പിടികിട്ടിയോ? ഓരോ ആൾക്കാരും വ്യത്യസ്തമാണ്. ഇതെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി പേഴ്സണൽ ചോയ്സാണ്. ഒരാൾക്ക് ഫൈനാൻഷ്യലി അടിപൊളിയാണെന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ അയാൾക്ക് മറ്റു കാര്യങ്ങളൊക്കെ ത്യജിച്ച് അത് ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷേ പല ആൾക്കാർക്കും അങ്ങനെ ആണെന്ന് നിർബന്ധമൊന്നുമില്ല. പല ആൾക്കാർക്കും ലൈഫ് എൻജോയ് ചെയ്താൽ മതി. അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട്. എങ്ങനെ ജീവിച്ചെന്ന് പറയാൻ നിങ്ങൾ സമയമാകുമ്പോൾ നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് പോയാൽ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും ജീവിക്കുക. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേ ഇന്ന രീതിയിൽ തന്നെ ജീവിക്കുന്നതാണ് ബെറ്റർ എന്ന് ഒരു സമൂഹത്തോട് പറയുമ്പോഴത്തേക്കും അത് അത്ര ശരിയല്ല. പിടികിട്ടിയോ? അത് ഇത് തന്നെയാണ് ബെറ്റർ, അല്ല മറ്റേതെല്ലാം മണ്ടത്തരങ്ങളാണ്, നിങ്ങളൊരു മണ്ടനാണ് എന്നുള്ള രീതിയിലാണ് പല ആൾക്കാരും പോയിൻ്റായിട്ട് സംസാരിക്കുന്നത്. അതിനോടൊരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. ഇതെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി പേഴ്സണലാണ്. ഈ പണം ഉണ്ടാവണമെന്നും പണം ഉണ്ടെങ്കിലേ പല കാര്യവും ചെയ്യാൻ പറ്റത്തുള്ളതും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യങ്ങളൊക്കെ എല്ലാ ആൾക്കാർക്കും അറിയാം. ആരും അത്ര പൊട്ടന്മാരൊന്നുമല്ല. പൈസ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ പൈസ മാത്രമാണ് ജീവിതമെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ അഡ്വൈസ് പറയുന്ന ആൾക്കാരെല്ലാം അവർക്ക് വീട് കാണും, കാറ് കാണും, അവർക്ക് ഇഷ്ടംപോലെ പൈസകൾ കാണും, മറ്റെല്ലാ സംഭവങ്ങളും അവർക്ക് കാണും. പക്ഷേ ഇത് കേട്ടിട്ട് നിങ്ങൾ ഇൻസ്പയർഡ് ആയിട്ട് ഇങ്ങനെ മാത്രം കാര്യങ്ങൾ ചെയ്താൽ ശരിയാകത്തുള്ളൂ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. ഒറ്റ ജീവിതമേ ഉള്ളൂ. ആ ജീവിതം നിങ്ങളുടെയാണ്. തീരുമാനങ്ങൾ എടുക്കേണ്ടതും മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് രണ്ടാമതൊരാൾ പറയുന്നതിലോട്ട് അത്ര ചെവി കൊടുക്കാതെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വെച്ചാൽ നല്ലതാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഉറപ്പായിട്ടും വേണം, എല്ലാ കാര്യങ്ങളും. പക്ഷേ നിങ്ങൾ മരിക്കാൻ കിടക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കില്ല, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിക്കില്ലേ? ഇപ്പം ഇത് ഞാൻ സംസാരിച്ച കംപ്ലീറ്റ് ജീവിതത്തിൻ്റെ പെർസ്പെക്റ്റീവാണ്. ജീവിതത്തിൻ്റെ പെർസ്പെക്റ്റീവ് സംസാരിക്കുമ്പോൾ പണമാണ് വലുതെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. നമ്മുടെ സമയവും നമ്മുടെ ജീവിതമാണ് ഏറ്റവും വലുത്. പണം സെക്കൻഡറി ആണ് എപ്പോഴും. ഇനിയിപ്പോൾ ഫൈനാൻഷ്യലി തന്നെ സംസാരിക്കാം. ഇപ്പം കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലം എടുത്ത് നോക്കിയാൽ ഇപ്പോൾ കേരളത്തിൽ ഒരു വീടുള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വീടുള്ളതന്നെയാണ് നല്ലത്. കാരണം വീട് തരുന്ന സെക്യൂരിറ്റി വളരെ വലുതാണ്. ഇവിടെ കല്യാണങ്ങളും പരിപാടികളൊക്കെ നടക്കുന്നത് സ്വന്തമായിട്ടൊരു വീട് വേണം. കാരണം വീടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വല്ലതും പഠിപ്പിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ ലോൺ എടുക്കണത്തിനുണ്ടല്ലോ. പല ആൾക്കാരും വീട് ഈട് വെച്ചിട്ടാണ് ലോൺ എടുത്തിരിക്കുന്നത്. ഇപ്പം ബാങ്കിലോട്ട് എന്ന് പറയുകയാണ്, ബാങ്കിൽ ഒരു വീടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോൺ കിട്ടും ഈസി ആയിട്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രോപ്പർട്ടി ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ വല്ലതും കിട്ടുമോ? അപ്പോൾ ലോണുകൾ എടുക്കാൻ നിങ്ങളെ സഹായിക്കുന്ന സംഭവം കൂടാണ് വീടെന്ന് പറയുന്നത്. അപ്പോൾ അത് അസറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പുറത്തോട്ട് പോകണമെന്നില്ല, നിങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങണം, എന്ത് കാര്യം ചെയ്യണമെന്നാലും ഒരു ലോൺ വേണമെന്നുണ്ടെങ്കിൽ ആ ലോണിന് ഈട് വെക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീടെന്ന് പറഞ്ഞ സാധനം ഒരു ഈടായിട്ട് വർക്ക് ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും കംപ്ലീറ്റ്ലി ഒരു അസറ്റ് അല്ലാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മുടെ നാട്ടിൽ പല കാര്യങ്ങൾക്കും വീടൊരു അസറ്റ് തന്നെയാണ്. പിന്നെ ഇവരെല്ലാം പോയിന്റ് ഔട്ട് കാണിക്കുന്ന ഇൻഫ്ലേഷനാണ്. ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വാടക വീട്ടിൽ താമസിച്ചാൽ ഇൻഫ്ലേഷൻ ഉണ്ടാകത്തില്ലേ? ഉറപ്പായിട്ട് ഇൻഫ്ലേഷൻ ഉണ്ടാകും. പിന്നെ നിങ്ങൾ ഇന്നൊരു വീട് വെക്കുന്ന പൈസ ആയിരിക്കത്തില്ല നിങ്ങൾ 20 വർഷത്തിന് ശേഷം വീട് വെക്കുന്നത്. ഇനിയിപ്പോൾ ഒരു വണ്ടിയുടെ കാര്യം തന്നെ എടുക്കാം. നിങ്ങളൊരു വണ്ടി മേടിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സൊക്കെ പറഞ്ഞു കേട്ട് നിങ്ങൾ വണ്ടി മേടിക്കാതെ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിൽ അതുകൊണ്ട് പൈസ കിട്ടും. ഇൻവെസ്റ്റ്മെൻറ്റ്സ് അല്ലേ, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ പൈസ പോയെന്ന് തന്നെ ഇരിക്കട്ടെ, അങ്ങനെ പോകാനുള്ള സാധ്യത ഉണ്ടല്ലോ. നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, ലാഭം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റൈൽ പോലെ ഇരിക്കും. ഇനിയിപ്പോൾ കാർ ഉണ്ടെങ്കിലുള്ള ബെനിഫിറ്റ് ഞാൻ പറയാം. അതായത് ഒന്നാമത്തെ കാര്യം ഓൺ ടൈം. നമുക്ക് എല്ലാ സ്ഥലത്തും പോകണമെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ വേറെ ആളെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ കാറുണ്ടെന്നുണ്ടെങ്കിൽ നേരെ വണ്ടി എടുക്കുക, ഒറ്റ വെടിയിൽ വിടുക. കൃത്യസമയത്ത് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സമയം നല്ല രീതിയിൽ നമുക്ക് ലാഭിക്കാൻ പറ്റും. കാരണം ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയ സംഭവം സമയമാണ്. അപ്പോൾ സമയം ലാഭിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ സ്വന്തമായിട്ട് വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് മറ്റൊരാൾക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വണ്ടി എടുത്ത് നമുക്ക് അപ്പം തന്നെ പോകാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ചാൽ എമർജൻസിയാണ്. നമ്മുടെ വീട്ടിൽ വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എമർജൻസിയിൽ ഹോസ്പിറ്റൽ കേസ് വല്ലതും ഉണ്ടാകും. രാത്രി 12 മണിക്ക് 1 മണിക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ വണ്ടി ഉണ്ടെങ്കിലേ നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു ഡ്രൈവറെയൊക്കെ വെച്ചിട്ട് അയാൾ വന്നിട്ടൊക്കെ ഒരു ഓട്ടോ വിളിച്ചോ അല്ലെങ്കിൽ കാർ വിളിച്ചോ ടാക്സി വിളിച്ചോ ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ അവർ വീട്ടിലെത്തുന്ന സമയം എന്ന് വെച്ചാൽ നമ്മുടെ ആൾ തട്ടിപ്പോവും. അതുകൊണ്ട് എമർജൻസി സമയത്തൊക്കെ നമുക്ക് ഒരു വണ്ടി വീട്ടിലുണ്ടെങ്കിൽ അത്രയും ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ എല്ലാ ആൾക്കാരും എവിടെയും ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ കുടുംബസമേതം എല്ലാവരും ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു 10 വർഷം മുന്നേ നോക്കി കഴിഞ്ഞാൽ അങ്ങനത്തെ ട്രെൻഡ് ഇല്ലായിരുന്നു. പല ആൾക്കാരും വീട്ടിൽ തന്നെ ആയിരിക്കും. ഹോളിഡേയിലൊക്കെ വല്ലപ്പോഴും പലയിടത്തും പോയത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. എല്ലാ ആൾക്കാരും ഫാമിലി സഹിതം ഒരു വീക്കെൻഡിലോ അല്ലെന്നുണ്ടെങ്കിൽ അവധി കിട്ടുന്ന സമയത്തൊക്കെ ട്രാവൽ ചെയ്യുന്നൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്.
ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ട്രാവൽ ചെയ്യാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് വണ്ടിയുടെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പോകാൻ പറ്റും. പക്ഷേ നിങ്ങളൊരു ഡ്രൈവറെ വെച്ചാണ് നിങ്ങളത് ഓടിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അയാൾക്ക് പൈസയും കൊടുക്കണം. ഇവിടെ കിട്ടും. മറ്റേന്ന് പറഞ്ഞാൽ നിങ്ങൾ പെട്രോൾ മാത്രം നോക്കിയാൽ മതി. ഇതെന്ന് പറയുമ്പോൾ ഡ്രൈവറുടെ കൂലി കൊണ്ട് നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. പക്ഷേ നിങ്ങളുടെ ഡ്രൈവറെ വെച്ച് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവരുടെ സൗകര്യത്തിൽ നിങ്ങൾ പണി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വീടാണെങ്കിലും കാറാണെങ്കിലും ഓരോത്തിനും അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ട്. അല്ലാന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഫൈനാൻഷ്യലി നോക്കിയാലും അല്ലാതെ നോക്കിയാലും എല്ലാം അതിന് ഓരോന്നിനും അതിൻ്റെതായിട്ട് ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി പേഴ്സണൽ ആയിട്ട് ചോയ്സാണ്. പിടികിട്ടിയോ? ഓരോ ആൾക്കാർക്കും എന്താണ് ഇമ്പോർട്ടൻസ് അവരാണ് തീരുമാനിക്കുന്നത്. പണമാണ് ഇമ്പോർട്ടൻസ് തോന്നുന്ന ആൾക്കാർക്ക് ഫൈനാൻഷ്യൽ കാര്യങ്ങളിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഇനിയിപ്പോൾ ജീവിതത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാർ അങ്ങനെ ജീവിക്കാം. ഇതൊക്കെ കംപ്ലീറ്റ്ലി വ്യക്തിപരമായ കാര്യങ്ങളാണ്. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ പല ആൾക്കാരും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് മണ്ടൻ ചിന്താഗതിയാണ്. ഫൈനാൻഷ്യലി അടിപൊളിയായാൽ മാത്രമേ ശരിയാകത്തുള്ളൂ, ഇങ്ങനെ മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ. ഇത്ര കണ്ടീഷണലായിട്ടാണ് പല ആൾക്കാരും സംസാരിക്കുന്നത്. അതൊരു തെറ്റായ മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ രണ്ടാമതൊരാൾ പറഞ്ഞ് കേട്ട് ഒരിക്കലും തീരുമാനം എടുക്കാതിരിക്കുക. കേൾക്കുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ അവർ ഇമ്പോസ് ചെയ്യുന്ന കാര്യം ഒരിക്കലും അതാണ് ശരിയെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. നിങ്ങൾക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് നിങ്ങൾ ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിനെപ്പറ്റി പഠിച്ച് അറിഞ്ഞിട്ടൊക്കെ വേണം ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ. അല്ല ചുമ്മാ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഉറപ്പായിട്ട് നിങ്ങളുടെ സമ്പാദിച്ച പൈസയിൽ അവിടെ പോകാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ ആൾക്കാരെല്ലാം ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് നിങ്ങൾ ലാസ്റ്റ് ഷെയർ മാർക്കറ്റ് ഒരു കമ്പനി കൊണ്ട് ഇൻവെസ്റ്റ് എന്ന് ചോദിച്ചു. ഇൻ കേസ് ആ കമ്പനി ഒരു 10 വർഷം കഴിഞ്ഞ് പൂട്ടിപ്പോയാൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് നഷ്ടം വരത്തില്ലേ? അപ്പോൾ ഈ പറഞ്ഞ ആൾക്കാരും നിങ്ങളുടെ ചുറ്റും കാണത്തില്ല. നഷ്ടം വന്നത് നിങ്ങൾക്ക് മാത്രമായിരിക്കും. അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ അതിനെപ്പറ്റി പഠിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്യുക. അതല്ല നിങ്ങൾ ആഗ്രഹങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ മാത്രമാണ്, നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്. നിങ്ങൾ അതിന് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹം നടത്തുക. അത്രേ ഉള്ളൂ പറയാൻ. അതുകൊണ്ട് പല ആൾക്കാരും പറഞ്ഞ കാര്യങ്ങളൊന്നും കേട്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുക. ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുക. അത്രേ ഉള്ളൂ. ഇതെൻ്റെ കംപ്ലീറ്റ്ലി പേഴ്സണലായിട്ട് ഒപ്പീനിയനാണ്. പല ആൾക്കാർക്കും പല വ്യത്യസ്തമായ ഒപ്പീനിയൻ കാണും. ഇത് ശരിയാണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, തെറ്റാണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഇത് തെറ്റും ശരിയായിട്ടൊരു കാര്യമല്ല. ഇത് ഒരു പെർസ്പെക്റ്റീവിൻ്റെ കാര്യമാണ്. ഓരോ ആൾക്കാർക്കും വ്യത്യസ്തമായ പെർസ്പെക്റ്റീവാണ്, വ്യത്യസ്തമായ ലൈഫ് സ്റ്റൈലിൽ ലീഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഇത് കംപ്ലീറ്റ്ലി പേഴ്സണലായിട്ടുള്ള ചോയ്സാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലത്തെ ഫൈനാൻഷ്യൽ വീഡിയോസൊക്കെ കാണുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുകൂടെ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാപ്പി ട്രേഡിംഗ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.